എനിക്കൊന്നേ പറയാനുള്ളൂ, മലയാളികൾ ഇതുപോലെ പതിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിനായകന് ആട് സിനിമയുടെ ഷൂട്ടിങ്ങിൽ ആട് 3 ഷൂട്ടിങ്ങിനിടയിൽ മൂപ്പർക്ക് ഒരു അപകടം പറ്റി. ഒരു ഫൈറ്റ് സീൻ അഭിനയിക്കുന്നതോട് കൂടിയിട്ട് മൂപ്പർ തലമുത്തി വീണു. അതോടുകൂടിയിട്ട് തലയ്ക്ക് ഭയങ്കര പരിക്ക് കിട്ടി. അപ്പോൾ അതിങ്ങനെ ഓൺലൈൻ മീഡിയയിൽ കണ്ടോട് കൂടിയിട്ട് ആൾക്കാർ അവിടെ പോയിട്ട് കമൻ്റ് ഇട്ട് നോക്കുക, ഡാ നീ ചത്തില്ലടാ, നിന്നെ കൊല്ലണ്ടായിരുന്നു, നീ ചാവണ്ടായിരുന്നു, നീ അങ്ങനത്തെ മനുഷ്യനാണ്, എന്തൊക്കെയാണ് പറഞ്ഞ് കമൻ്റ് ഉള്ളത്. എന്ത് വൃത്തികേടല്ലതൊക്കെ. നമ്മൾ ഈ മലയാളികൾ സംസ്കാര സമ്പന്നരല്ല, സംസ്കാര ശൂന്യന്മാരാണ്. എത്ര വലിയൊരു നടനാണ് അദ്ദേഹം എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അത് എത്രയോ പടങ്ങളിൽ അയാളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇനിയിപ്പോൾ നടനല്ലെങ്കിൽ തന്നെ അയാൾ നടനല്ല. ഇനിയിപ്പോൾ ഒരു ദുഷ്ടനായാലും ഒരു ദുഷ്ടൻ തന്നെ ഇങ്ങനൊരു അപകടം പറ്റുമ്പോൾ നമ്മളിങ്ങനെയാണോ പറയുക? വളരെ വളരെ മോശമാണ്. നമ്മുടെ മലയാളികളുടെ സ്വഭാവം വളരെ മോശമായിട്ട് വരിക, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾക്ക് വിനായകനെ പോലുള്ള ഒരു നടനൊക്കെ നമ്മുടെ കേരളത്തിൽ ജനിച്ചാൽ നമുക്ക് അഭിമാനിക്കാം. അതിനുപോലെയാണ് കളങ്കാവിലും മൂപ്പരും മമ്മൂട്ടിയുടെ ഒപ്പം നിന്ന് പിടിച്ചു നിന്ന് അഭിനയിക്കുന്നത്. കണ്ട എത്ര കഴിവുള്ളൊരു വ്യക്തിയാണ്. പിന്നെ ഏതൊരു ആൾക്കാരും ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും തികഞ്ഞവരാരാളെ? എല്ലാം തികഞ്ഞവരാരും ഇല്ല. നമുക്ക് എല്ലാവർക്കും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ കാണണം. അല്ലാണ്ട് ഇങ്ങനെയുള്ള കമൻറ്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന വ്യക്തികൾ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ചിന്തിക്കണം. നമ്മളെപ്പോലെ തന്നെ ഒരു ആത്മാവും ഒരു ജീവനും തന്നെയാണ് അദ്ദേഹത്തിനുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റേതായുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോഴല്ല. അയാൾക്കൊന്നും അതുപോലെ നമ്മൾക്ക് മലയാളത്തിന് കിട്ടിയ പുണ്യങ്ങളുള്ളവരൊക്കെ ഇത് ഒരു ഗ്ലാമറൊന്നുമല്ല. അഭിനയത്തിൻ്റെ അളവ് പോലും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. വിനായകനൊക്കെ സിനിമയിൽ വരുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള രൂപങ്ങളെ സിനിമയിൽ കാണാൻ പറ്റുമോ? അന്ന് പണ്ടത്തെ കാലത്തൊന്നും ഇങ്ങനെയുള്ളവരൊന്നും അഭിനയിപ്പിക്കുകയില്ല. പക്ഷേ ഒരാൾക്ക് കാണാൻ ഭംഗിയോ 6 അടി നീളോ അല്ലെങ്കിൽ വലിയ വണ്ണോ ഒന്നും വേണ്ട, അഭിനയിക്കാനുള്ള കഴിവാണ്. അതാണ് വിനായകൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു നടന് ഒരു അപകടം പറ്റുമ്പോൾ നമ്മളൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിനെ ഇങ്ങനെയുള്ള മോശം വാക്കുകൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഇതാക്കരുത്. അത് നമുക്ക് മനുഷ്യത്വമുള്ളവർക്ക് പറഞ്ഞുള്ള ഒരു പണിയല്ല അത്. ഇങ്ങനെയുള്ള ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇനിയിപ്പോൾ ഇതുപോലെ സിനിമകളിൽ അഭിനയിക്കും പലർക്കും ഇനി അപകടം പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വീണ്ടും ചെണ്ടിയും കോലെടുത്ത് വന്നാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ആൾക്കാരെ അപ്പം തന്നെ പൊങ്കാലി ഇട്ടിട്ട് അതിൽ വേണ്ടത് അപ്പം തന്നെ അവന് കൊടുക്കണം. തന്തിയില്ലാത്തവരെങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുള്ളൂ. എന്തായാലും വിനായകൻ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ, എത്രയും പെട്ടെന്ന് ആട് 3 തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്താം.